ഹലോ, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പനീർ മസാലയാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. ഇത് നമുക്ക് പൊറോട്ടൻ്റെ കൂടെ ചപ്പാത്തി, ഘീ റൈസ് അതിനൊക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മളിത് എങ്ങനെ ഉണ്ടാക്കുന്നത് കാണാം. അപ്പോൾ ആദ്യം നമ്മൾ പനീർ എടുക്കണം. ഇതിപ്പം ക്യൂബായിട്ടുള്ള പനീർ ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ പനീർ നമ്മൾ മാരിനേറ്റ് ചെയ്യണം. അതിനായിട്ട് ഉപ്പ്, കശ്മീരി ചില്ലി പൗഡർ, കൊറിയാണ്ടർ പൗഡർ അതായത് മല്ലിപ്പൊടി, ഒരു നുള്ള് ഗരം മസാല ഒക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോൾ ഇത് മിക്സ് ചെയ്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കാനാണ്. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് നല്ല പേസ്റ്റ് പോലെയായിട്ട് നന്നായിട്ട് മാരിനേഷൻ ആവും. ഇത് നമ്മളൊരു 10 മിനിറ്റ് അടിച്ച് മാറ്റി വയ്ക്കണം. ഇനി നമ്മൾ വേറൊരു പാനിൽ ഇതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെജിറ്റബിൾ ഓയിലാണ് എടുക്കേണ്ടത്. കോക്കനട്ട് ഓയിൽ എടുത്താൽ നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് ടേസ്റ്റ് മാറും. ഞാനിവിടെ ഗീ ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ് കേട്ടോ. ഒരു റിച്ച് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗീ ചേർക്കുന്നത്. അതിനുശേഷം നമ്മൾ ജീരകം ചേർക്കാം. ജീരകം ഒന്ന് പൊട്ടുമ്പോൾ പട്ട, ഏലക്ക, ഗ്രാമ്പു, കസൂരി മേത്തി അതായത് ഉണങ്ങിയ ഉലുവ ഇലയാണ്, അതും കൂടി ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം വലിയ ഉള്ളി അതായത് സവാള കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞത് വഴറ്റാനിടുക. ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമ്മളിത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ കണ്ടോ, നല്ലൊരു ഗോൾഡൻ കളറായല്ലോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ഇടണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് കൊറിയാണ്ടർ പൗഡർ ഇടണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകണം. ഞാൻ ഇതിന് 2 തക്കാളി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഗ്രേവിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുക്കുക. നമുക്ക് പനീർ ഫ്രൈ ചെയ്യണം. അപ്പോൾ അതിനായിട്ടൊരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് വെജിറ്റബിൾ ഓയിലും കുറച്ച് ഗീയും കൂടി ചേർക്കും. എന്നുവെച്ചാൽ ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ഈ കറി പ്രിപ്പയർ ചെയ്യുമ്പോൾ നെയ്യ് ചേർത്താൽ നല്ലതായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നെയ്യ് നന്നായിട്ടൊന്ന് ചൂടാകണം. ചൂടായിട്ടാണ് ഇടാൻ പാടുള്ളൂ, എന്നാലേ അതിൻ്റെ ഒരു ഫ്ലേവർ വരുള്ളൂ. ഞങ്ങൾ മാരിനേറ്റ് ചെയ്ത് വെച്ച പനീർ എടുത്തിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക. പനീർ ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഫ്രൈ ചെയ്യണം. കാശ്മീരി പൗഡർ ഇട്ടത് കൊണ്ടാണ് കേട്ടോ ഇത്രയധികം കളറ് വന്നത്. ഇനി ആ ഫ്രൈ ചെയ്ത പനീർ മാറ്റി ഞാൻ വീണ്ടും മസാല പാൻ വെച്ചിട്ട് ചൂടാക്കി. അതിനുശേഷം ഫ്രൈ ചെയ്ത പനീർ മസാലേൻ്റെ അകത്ത് ഇട്ടു. ഇപ്പോൾ ഒരു ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് വേണ്ടുന്നത് ഗ്രേവി വേണമെങ്കിൽ നമുക്ക് വെള്ളം ചേർക്കാം. എനിക്ക് ഗ്രേവി ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് പുളി കുറവായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ലെമൺ ജ്യൂസ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യണം. കുറച്ച് ഗ്രേവി ആവാൻ വേണ്ടി നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമുക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയ്ക്കും വെള്ളം നമുക്ക് ഒഴിക്കാം. അധികം ആകാൻ പാടില്ല, അത് ശ്രദ്ധിക്കണം. ഇപ്പോൾ കണ്ടോ, ഒരു തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തിക്കും റൈസിൻ്റെ ഒക്കെ കൂടെ കുറച്ച് ഗ്രേവീൻ്റെ ആവശ്യമുണ്ടല്ലോ, അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടുന്നത്. ഈ ഒരു ടൈമിൽ നമ്മൾ ഉപ്പോ പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊരു 5 മിനിറ്റ്സ് സിമ്മിൽ വെക്കണം. 5 മിനിറ്റ്സ് സിമ്മിൽ വെച്ചതിന് ശേഷം തുറന്നപ്പോൾ കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞു, നല്ല കളറും വന്നിട്ടുണ്ട്, പാകത്തിനുള്ള ഗ്രേവി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് മല്ലിയില ഇട്ട് കൊടുക്കാം.
ഈ നല്ലൊരു റിച്ച് ഗ്രേവിയാണ് കേട്ടോ. വെജിറ്റേറിയൻസിനൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. നല്ലൊരു സ്മെല്ലും ആ ഒരു മസാലയുടെ ഒക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പനീർ മസാല റെഡി ആയിട്ടുണ്ട്. ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്